ഹലോ ഫ്രണ്ട്സ്. ഞാൻ ദേവിക. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലിടുന്നൊരു ലോങ് വീഡിയോ ആണത്. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മിനിറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നഴ്സുമാർക്ക് സൗദി പോലുള്ള GCC കൺട്രീസിലേക്ക് കയറി വരാൻ നിൽക്കുന്ന നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഞാനിതിന് ശേഷം ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡാറ്റ ഫ്ലോ ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സൗദിയിലേക്ക് എങ്ങനെ വരാം, ഏതൊക്കെ ഹോസ്പിറ്റൽസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം എന്നൊക്കെ ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഡാറ്റ ഫ്ലോ എന്താണെന്ന് നോക്കാം. സോ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ GCC കൺട്രിയിൽ, സൗദി പോലുള്ള GCC കൺട്രീസ്, ഒമാൻ, ഖത്തർ, UAE അങ്ങനെയുള്ള GCC കൺട്രീസിലൊക്കെ നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രൈമറി സോഴ്സ് ഓഫ് വെരിഫിക്കേഷൻ. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നതാണ് ഇതിലൂടെ അവർ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറി വരാൻ വേണ്ടി നമ്മൾ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ 10th മുതൽ നമ്മൾ ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ പ്രോസസ്സിങ്ങിന് അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണോ, ഫേക്ക് ആണോ, ഫ്രോഡ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇത് ടോട്ടൽ ഒരു 1 month പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. സൗദി മാത്രമല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ മറ്റുള്ള GCC കൺട്രീസിലും നമ്മൾ ലൈസൻസ് എടുത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഒരു 1 month പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ സൗദിയിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്ന നഴ്സുമാരാണെങ്കിൽ നേരത്തെ പ്രോസസ്സിങ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതേപോലെയുള്ള ഓരോ സ്റ്റെപ്പ് തീരാൻ അതിൻ്റേതായ കാലാവധിയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ നാളെ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് മിനിമം ഇത്ര ഡേയ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയും ഡേയ്സ് അതിന് സമയപരിധി ഉണ്ട്. അപ്പം മുന്നേ നമുക്ക് ഓരോ പ്രോസസ്സിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വരുമ്പോൾ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൂടാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ മിക്ക ഇൻ്റർവ്യൂസും അവർ വിളിക്കുന്നത്, അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട് ഡാറ്റ ഫ്ലോ മാൻഡേറ്ററി ആണ്, അതല്ലെങ്കിൽ പൊമെട്രിക് മാൻഡേറ്ററി ആണെന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് പേഴ്സണലി എനിക്കായിട്ടുണ്ടായിരുന്നു ഒരു 29,300 അങ്ങനെ എത്രയാണ് എനിക്കായിട്ടുള്ളത്. കറക്റ്റ് എമൗണ്ട് ഓർക്കുന്നില്ല, എന്തായാലും 29 സംതിങ് ആണ് എനിക്കായിട്ടുള്ളത്. അത് മേ ബി നമ്മൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏജൻസി വെച്ചിട്ട് അത് മേ ബി വേറെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു 25,000-30,000 ഇടയ്ക്കാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. എന്നിട്ട് നമുക്കിത് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 month കഴിഞ്ഞ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നതായിരിക്കും. 2-3 പേപ്പറുള്ള ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് കിട്ടും. ഈ ഡാറ്റ ഫ്ലോ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങുന്നത്. നമ്മൾ പഠിച്ച കോളേജിൽ, നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ, നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെയൊക്കെ പോയിട്ട് അവർ നമ്മൾ കൊടുത്ത സാധനം, നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ പേപ്പർ, ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ആ പേപ്പർ അവർ ചെകഞ്ഞെടുത്തിട്ട് ഇതുള്ളതാണോ, കറക്റ്റ് ആണോ എന്ന് അവർ വെരിഫൈ ചെയ്യും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഡാറ്റ ഫ്ലോ എന്നുള്ളത്. ഓക്കെ.